അല്ലാഹു നൽകിയിട്ടില്ല. ഇനി സലാമിന്റെ വിഷയമെടുത്താൽ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്നൊരിടത്ത് എവിടെന്നെങ്കിലും സലാം പറഞ്ഞാൽ ആ സലാം റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് എത്തിച്ചു കൊടുക്കാൻ മലക്കുകളുണ്ട്. ഇന്നലില്ലാഹി മലായികതൻ, മലക്കുകളുണ്ട് ഈ സലാം എത്തിച്ചു കൊടുക്കാൻ. അവരതാ റസൂലുള്ളാഹിന്റെ അടുത്ത് സലാം എത്തിച്ചു കൊണ്ടുപോയി കൊടുത്തിട്ട് അതാ റൂഹ് മടക്കി തരുങ്ങൾ പറഞ്ഞ വർത്തമാനം, ഞാൻ സലാം അടക്കുമെന്ന്. അപ്പൊ നിങ്ങള് തോട്ടിൽ നിന്ന് വിളിച്ചാൽ കേൾക്കുമോ? ഇല്ല. മലയെന്ന് വിളിച്ചാൽ കേൾക്കുമോ? ഇല്ല. മർക്കസ് എന്ന് വിളിച്ചാൽ കേൾക്കുവോ? ഇല്ല. തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചാൽ കേൾക്കുവോ? ഇല്ല. സലാം പറഞ്ഞാലോ? അതും കേൾക്കൂല. സലാം എത്തിച്ചു കൊടുക്കും മലക്ക്, എത്തിച്ചു കൊടുക്കും മലക്ക്. നിങ്ങൾ എന്തിനാ സലാം പറയാൻ എത്രയും കാലം പ്രയാസപ്പെട്ടത്? ആണോ? ആണോ? അല്ല. പിന്നെന്തിനായിരുന്നു? ശൈഖേ നബിയെ ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങൾക്ക് സന്താനത്തെ തരണേ, ഞങ്ങൾ പ്രയാസം സഹിക്കുന്നു നബിയെ, അങ്ങ് ഇവിടുന്ന് കാണുന്നുണ്ടോ നബിയെ, അതെ അതുകൊണ്ട് നബിയെ ഞങ്ങൾക്ക് ഖൈർ തരണേ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വാദം ഉദ്ധരിച്ചത്. അൽഹംദുലില്ലാഹ്, അത് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. അത് തെളിയിക്കാൻ ഒരു പറ്റുന്ന ഒരു ആയത്തോ ഒരു ഹദീസോ സ്വഹാബത്തിന്റെ പ്രവർത്തനമോ നിങ്ങൾക്ക് തെളിവായി ഉദ്ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയോ റസൂലുള്ളാഹിന്റെ അടുത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വന്നിട്ട് നബിയെ നിങ്ങൾക്ക് 2 മരണം ഉണ്ടാവുകയില്ല, നിങ്ങൾക്ക് വിധിച്ച മരണമല്ല, അങ്ങ് മരിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞില്ലേ? അപ്പോൾ റസൂലുള്ളാഹിന്റെ അടുത്ത് 2 മരണം എന്നൊരു വസ്തുമാനം ഇല്ലേ എന്നൊക്കെ എവിടുന്നാ നിങ്ങൾ കിതാബ് പഠിച്ചത്? അതെ, റസൂലുള്ളാഹിക്ക് അറിയാത്തതാണോ? എന്ത് നബി നിങ്ങൾക്ക് 2 മരണമൊന്നും ഇല്ലട്ടോ, ഒന്നേ ഉള്ളൂ, അതിപ്പോ നിങ്ങൾ മരിച്ചിക്കാട്ടോ എന്ന് വിവരം പഠിപ്പിച്ചു കൊടുക്കാം. എവിടുന്നാ നിങ്ങൾ വരുന്നത്? എവിടുന്നാ നിങ്ങൾ ജനങ്ങളെ വരുന്നത്? അതുകൊണ്ട് അത് നിങ്ങൾ ഉദ്ധരിച്ചത് എന്തിനാ ഉദ്ധരിച്ചത്? നബിയെ ഞങ്ങളെ സഹായിക്കണേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കാനോ റസൂലുള്ളാഹിനോട് പറയാനോ? ഇല്ല. കേൾക്കാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അങ്ങനെ ഒരു കഴിവുള്ളതായി പരിശുദ്ധ ഖുർആനിലില്ല, പ്രവാചകന്റെ ചര്യയിലില്ല, സ്വഹാബത്തിന്റെ ഇജ്മാഇലില്ല. പിന്നെ കാലങ്ങളായി 14 നൂറ്റാണ്ടുകളായി മുസ്ലിം ഉമ്മത്ത് ഇങ്ങനെ ഇസ്തിഗാസ നടത്തിയിരുന്നു എന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ. ധൈര്യമുണ്ടോ നിങ്ങൾക്ക് അതിന്റെ സനദ് ഉദ്ധരിക്കാൻ? ഇതാ ഒന്നാമത്തത് മുതൽ നിങ്ങൾ ഉദ്ധരിക്കുന്ന ഒന്നാമത്തത് മുതൽ അവസാനം വരെ ഉള്ളതിന്റെ റദ്ദ് വേണമെങ്കിൽ കോപ്പിയെടുത്ത് വിതരണം ചെയ്തു തരാം, പഠിച്ചോ കൊണ്ടുപോയി. ഞങ്ങളുടെ കയ്യിൽ കൃത്യമായ റദ്ദുണ്ട്. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ അതിന്റെ സനദൊന്ന് ഉദ്ധരിക്കേ. വിശപ്പ് വന്നപ്പോ ചോദിക്കാൻ പോയതിന്റെ സനദുണ്ടോ? ഉദ്ധരിക്ക്, ഞാൻ പറഞ്ഞു തരാം. വേറെ ഉണ്ടോ? ഉദ്ധരിക്ക്, ഞാൻ പറഞ്ഞു തരാം. ഒരെണ്ണം സ്വഹീഹായ പരമ്പരയിലൂടെ സ്വഹീഹായ സനദിലൂടെ ഉദ്ധരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല, നിങ്ങൾക്ക് സാധിക്കുകയുമില്ല. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വളരെ കൃത്യമായി നമ്മളിതാ ബോധ്യപ്പെടുത്തി തന്നിരിക്കുന്നു. കേരളക്കരയിൽ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരുന്ന ആശയം ഇല്ല, മരിച്ചുപോയ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പറ്റൂല, അവരോട് സഹായം തേടാൻ പറ്റുകയില്ല, അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് അവരോട് ചോദിക്കാൻ പറ്റുകയില്ല, എവിടുന്നും എപ്പോഴും എങ്ങനെയും കേൾക്കുക എന്നത് അള്ളാഹിന്റെ വിശേഷണമാണ്. അതേ ഖുർആൻ പഠിപ്പിച്ചു തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം കേൾക്കുന്നവൻ. നിങ്ങളുടെ ഹൃദയാന്തരാളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന സംഗതികൾ പോലും അറിയുന്നത് അല്ലാഹുവാണെന്ന് പരിശുദ്ധ ഖുർആൻ. കഴിഞ്ഞില്ല, അവനാണ് എല്ലാ സംഗതികളും അറിയുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ. അത് അല്ലാഹുവിന്റെ റസൂലിന് വിട്ടുകൊടുത്തിട്ടില്ല. റായിന എന്ന് പറഞ്ഞ റസൂലുള്ള കേട്ടില്ല. മാത്രമല്ല മഹാനായ ആസിം റളിയല്ലാഹുവിന്റെ സംഭവം ഇവിടെ പറഞ്ഞു, നിങ്ങൾ തൊട്ടിട്ടില്ല. ആസിം റളിയല്ലാഹു അൻഹു അതാ ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെടുന്ന സമയം നിങ്ങളുടെ വാദപ്രകാരം മദീനയിൽ ഇരുന്ന റസൂലുള്ള ആ ദീനരോധനം കേൾക്കണ്ടേ? അത് റസൂലുള്ള കാണണ്ടേ? ഇല്ല, അറിഞ്ഞില്ല, കണ്ടില്ല. ആസിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുമ്മ അഖ്ബിർ അന്നാ നബിയക്, പടച്ചോനെ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രയാസം ഞങ്ങളെ ഹബീബിനെ നീ ഒന്ന് അറിയിച്ചു കൊടുക്കണേ അല്ലാ എന്ന് ആസിം റളിയല്ലാഹു അൻഹു. എന്തേ? റസൂലുള്ള ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് കേൾക്കാൻ കഴിവില്ല എന്ന് സ്വഹാബികൾ പഠിച്ചു, സ്വഹാബികൾ മനസ്സിലാക്കി. കഴിഞ്ഞില്ല, എത്ര സംഭവങ്ങൾ ഉദ്ധരിക്കാൻ കഴിയും? നിങ്ങൾക്ക് തെളിവുദ്ധരിക്കുന്ന ഏതൊരു വാറോലയും അത് തകർത്തു തരിപ്പണമാക്കാനുള്ള ആർജവവും ചങ്കൂറ്റത്തോടെയുമാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ ഉയർത്തിയ ഒരു കിതാബ് പോലും തൊടാങ്ങുക കഴിയണില്ല. അതാരുടെയോ കിതാബ്, ആരുടെയോ കിതാബ് എന്നാണോ നിങ്ങൾ പറഞ്ഞത്? ഇത് നിങ്ങളുടെ ഖോജ ഇബ്നു ഹജറുൽ അസ്ഖലാനിയുടെ കിതാബാണ്. ഇബ്നു ഹജറുൽ അസ്ഖലാനിയുടെ കിതാബാണ്.
ഒന്നിതാണ് അൽ ഇംദാഉ ബിൽ അർബഈൻ അൽ മുതബായനത്തു സിമാഅ് എന്ന് പറയുന്ന വാചകം. കഴിഞ്ഞില്ല. രണ്ടാമത്തേത് എന്താണെന്നറിയുമോ? അതും നിങ്ങൾ പഠിച്ചില്ല. ഞങ്ങൾ വായിച്ച ഉദ്ധരണി എവിടെയാണ്? അസ്ഇലത്തുൽ മിൻ ഖത്തി ശൈഖ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി വൽ ജവാബു അലൈഹാ ജമഅ ശൈഖ് അൽ ഇസ്ലാം അൽ ഖസ്തല്ലാനി. നിങ്ങളെ ഖസ്തല്ലാനി ജമ് ചെയ്ത് ഇബ്നു ഹജറിന്റെ ഖത്തിൽ പുറത്തിറങ്ങിയ ഈ കിതാബിലാണ് ഇബ്നു ഹജർ ഈ വാചകം പറഞ്ഞത്. നിങ്ങൾക്ക് കിതാബ് അറിയില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഏതോ ബുക്കിൽ ആരോ പറഞ്ഞു എന്ന്. പൊട്ടത്തരം പറയുന്ന മുസ്ലിയാക്കന്മാരെ, വിവരമില്ലാത്തവരെ, കിതാബ് കണ്ടിട്ടില്ലാത്തവരെ, കിതാബിന്റെ ഉദ്ധരണികൾ മനസ്സിലാക്കിയിട്ടില്ലാത്തവരെ, നിങ്ങളാണോ വാദം തെളിയിക്കാൻ വന്നത്? നിങ്ങളാണോ അള്ളാന്റെ റസൂൽ എവിടുന്ന് എപ്പോ എങ്ങനെ വിളിച്ചാലും കേൾക്കുമെന്ന് വാദം പറയാൻ വന്നവരാണോ? ഇല്ല മക്കളെ, ഞങ്ങളുടെ മുന്നിൽ അത് നടപ്പില്ല. കിതാബിന്റെ ഇബാറത്ത് കൊണ്ട് നിങ്ങളുടെ നട്ടെല്ല് തകർന്നിരിക്കുകയാണ്. നിങ്ങളുടെ കൊരവള്ളിക്ക് ഞങ്ങൾ പിടിച്ച് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഇത് കൈ കിട്ടിയപ്പോ വാന്ന് വർത്താനില്ല, മറുപടി പറയാൻ കഴിയുന്നില്ല. നനഞ്ഞ കോഴിയെ പോലെ നിങ്ങളായിപ്പോയി. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, വളരെ ഗൗരവതരമായി നമ്മൾ പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്യുന്നതനായ പ്രവാചകൻ, അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ ഏറ്റവും ഉന്നതനായ പ്രവാചകൻ. ആ പ്രവാചകന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദഅവത്തുമായി അയച്ചത് മക്കയിലെ മുശ്രിക്കുകളിലേക്ക് എല്ലാത്തരം ശിർക്കിനെയും തകർത്തു തരിപ്പണമാക്കി തൗഹീദിന്റെ അനശ്വരമായ പ്രഭാപൂരം ലോകത്തു പടർത്തി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പിൽക്കാലത്ത് ഇസ്ലാമിന്റെ പേരിൽ കടന്നു വന്ന ആളുകൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ദീനിനെ തകർത്തു തരിപ്പണമാക്കാൻ ആയത്തിനെയും ഹദീസിനെയും ദുർവ്യാഖ്യാനം ചെയ്ത്, ഇമാമുകളുടെ ഖൗലുകൾ ദുർവ്യാഖ്യാനം ചെയ്ത്, വാചകങ്ങളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി ശ്രമിച്ചു പ്രവർത്തിക്കാൻ. ഇല്ല, അള്ളാഹുവിന്റെ ഖുർആൻ സാക്ഷി നിൽക്കുന്നിടത്തോളം കാലം, പ്രവാചകന്റെ വചനങ്ങൾ സത്യസന്ധമായി ഭൂമിയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ വിഷയം കൃത്യമായി പഠിക്കണം, മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖ്ന ഇത്തിബാഅ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിർ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അൽഹംദുലില്ലാഹ്. സത്യം ഏകദേശമൊക്കെ കേട്ടവർക്കൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. രണ്ടുപേരുടെയും വിഷയാവതരണത്തോടു കൂടി തുടങ്ങി. വിഷയാവതരണത്തിൽ സ്ഥിരം കേൾക്കുന്ന ആയത്തുകളും ഒക്കെ ഓതി, അതെല്ലാം നമ്മൾ കേട്ടു. സാധാരണ ഒരു മുജാഹിദിന്റെ പ്രഭാഷണ വേദിയിൽ നിന്ന് കേൾക്കുന്ന പ്രഭാഷണങ്ങൾ. പിന്നെ അവരുടെ വാദത്തിന്റെ തെളിവായി ആയത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു വിളിച്ചുകൊണ്ട് ഇന്നക ലാ തുസ്മിഉൽ മൗത, നബിയെ തങ്ങൾ അള്ളാഹുവിനെ മരിച്ചവരെ കേൾപ്പിക്കുകയില്ല എന്ന് പറഞ്ഞ ആയത്ത് നബി തങ്ങൾ കേൾക്കുകയില്ല എന്ന എന്ന ആശയത്തിന് തെളിവായി മൗലവി ഉദ്ധരിച്ചു. അത് കയ്യോടെ പിടികൂടുകയും മൗലവി ഞാൻ അതിന് തെളിവായി ഉദ്ധരിച്ചിട്ടില്ല എന്ന് പിന്നീട് സമ്മതിക്കുകയും ചെയ്തത് നിങ്ങൾക്കതിൽ കാണാവുന്നതാണ്, കേൾക്കാൻ കഴിയുന്നതാണ്. നബി തങ്ങളോട് അള്ളാഹ് പറഞ്ഞു, നബിയെ മരിച്ചവരെ തങ്ങൾ കേൾപ്പിക്കൂല, അത് തെളിവായിട്ട് ഓതിയതോ നബി തങ്ങൾ കേൾക്കുകയില്ല എന്നുള്ളതിന്. അത് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ അതിനെങ്ങനെ കേൾക്കുകയില്ല എന്നർത്ഥം വെച്ചിട്ടില്ല, കേൾപ്പിക്കുകയില്ല എന്ന് തന്നെയാണ് അർത്ഥം വെച്ചത്. അതോടുകൂടി ആ വാദത്തിന്റെ കഥ കഴിഞ്ഞു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അത്തഹിയാത്തിൽ വിളിച്ചാൽ കേൾക്കുകയില്ല എന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞുപോൽ, ഈ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് റസൂലുള്ളാഹിയെ വിളിച്ച് പാടിയത് എത്രയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് എത്രയാണ്? നിങ്ങൾക്കറിയില്ലേ? യാ സയ്യിദ നബിയല്ലാഹി യാ ഖൈറൽ ബറായ ബിജാഹിക അത്തഖി ഫസ്ലൽ ഖളായി എന്ന് തുടങ്ങി ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ദീവാനിൽ ഹാഫിദിൽ നബി തങ്ങളെ വിളിച്ചുകൊണ്ട് എത്രയോ പറഞ്ഞത്. അതുപോലെ തന്നെ വാർജു യാ കരീമൽ ലഫ്വി മിമ്മാ ജനതുഹു യദാഹയ യാ റബ്ബൽ ഹിബായി, എന്റെ കരങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ, എന്റെ കരങ്ങൾ പ്രവർത്തിച്ചു പോയ തെറ്റുകൾ അതെനിക്ക് പുറത്തു തരണം, മാപ്പ് നൽകണമെന്ന് ആദരവായ നബിയെ ഞാൻ ചോദിക്കുന്നു എന്ന് നബി തങ്ങളെ
വിളിച്ചുകൊണ്ട് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞു, ആ ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറഞ്ഞു പോൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കൂല എന്ന്. എത്ര വിഡ്ഢിത്തമാണ് അത്! ആ അദ്ദേഹം കൊണ്ടുവന്ന കിതാബ്, ആ കിതാബ് ഒരുപാട് ആശയങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് അതിന്റെ മറുപടി പറയുന്നതിന്റെ കൂട്ടത്തിൽ യഹ്തമിലു, ഇങ്ങനെയുമാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ഇഹ്തിമാലിട്ടുകൊണ്ടാണ് പറഞ്ഞത്. അത് തന്നെ ആ കിതാബിന്റെ ആദ്യത്തിലും അന്ത്യത്തിലും അവസാനത്തിലും ഒക്കെ ആ വാചകങ്ങൾ കഴിഞ്ഞാലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കുമെന്നും നബി തങ്ങൾ സലാം മടക്കുമെന്നും അതുപോലെ തന്നെ മരിച്ചവർ കേൾക്കുമെന്നും ഒക്കെ ആ കിതാബിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അദ്ദേഹത്തിന് വായിക്കാൻ വയ്യ, തരാൻ ധൈര്യമില്ല. അതുകൊണ്ടാണ് അങ്ങനെ തന്നാൽ തന്നെ പെട്ടെന്ന് തിരിച്ചു വേണം. ആ ഒരു രൂപത്തിലാണ്, എന്തോ ഒരു കള്ളക്കളി ഒളിഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ. അപ്പുറവും ഇപ്പുറവും ഉണ്ട്, ഇല്ലെന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം ഇതുവരെയും മിണ്ടിയിട്ടില്ല. ആ അദ്ദേഹം അപ്പുറവും ഇപ്പുറവും നബി തങ്ങൾ കേൾക്കുകയില്ല എന്ന് പറയുമോ എന്നുണ്ടോ എന്ന് കേൾക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇല്ലെന്നോ ഉണ്ടെന്നോ പോലും പറഞ്ഞിട്ടില്ല. ഉണ്ട് എന്ന് ഉറപ്പാട്. നബി തങ്ങൾ കേൾക്കുമെന്നും മരിച്ചവർ കേൾക്കുമെന്നും ഒക്കെ ആ കിതാബിന്റെ ആ പേജിന്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ പറഞ്ഞത് മൂടി വെച്ചുകൊണ്ട് ഒരു വാചകം എടുത്തു വെച്ചുകൊണ്ട് അതിന് മറുപടി പറഞ്ഞപ്പോൾ യഹ്തമിലു, ഇങ്ങനെയും ആകാൻ സാധ്യതയുണ്ട് എന്ന രൂപത്തിൽ പറഞ്ഞതാണ് മൗലവിയുടെ അടുത്ത് ഉദ്ധരിച്ചത്. അതിന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹിമഹുല്ലാഹ് നബി തങ്ങൾക്ക് സലാം എത്തുമെന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു ഞങ്ങൾ എത്തുമെന്നാ പറഞ്ഞു, കേൾക്കുമെന്ന് പറഞ്ഞില്ല എന്ന്. അള്ളാഹ് എത്തിക്കാതെ എത്തുമെന്ന് ഞങ്ങൾ ഇതുവരെയും എവിടെയും പറഞ്ഞിട്ടില്ല. നബി തങ്ങൾ കേൾക്കും, കേൾപ്പിക്കുന്നത് അള്ളാഹുവാണ്. ജീവിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും കേൾക്കും, അള്ളാഹുവാണ് കേൾപ്പിക്കുന്നത്. അതുപോലെ തന്നെ മരിച്ച വഫാത്തായ നബി തങ്ങളും കേൾക്കും, അള്ളാഹു കേൾപ്പിക്കുമ്പോൾ അള്ളാഹു സലാമിനെ അവിടേക്ക് എത്തിച്ചു കൊടുക്കും. അള്ളാഹു എത്തിച്ചു കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കും. അതാണ് വിഷയം, അതാണ് വിഷയം. ആ രൂപത്തിലാണ്. ഇതേപോലെ തന്നെ ഞങ്ങളോട് തിരിച്ചു ചോദിച്ചപ്പോൾ സകല സത്യവിശ്വാസികളെയും വിളിച്ചുകൊണ്ട് അള്ളാഹുവിനോട്, അള്ളാഹുവിന്റെ റസൂലിനോട് എന്നെ നോക്കണേ നബിയെ, എന്നെ ഗൗനിക്കണേ നബിയെ എന്ന് പറയുന്ന ആയത്ത് ഞങ്ങൾ ഉദ്ധരിച്ചു. അതെല്ലാം മുഅ്മിനീങ്ങളും പെട്ടു എന്ന് മൗലവി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളൂറിന്റെ അർത്ഥം എന്നെ നോക്കണേ, എന്നെ ഗൗനിക്കണേ എന്നാണ് എന്ന് മൗലവി സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നബിതങ്ങൾ കേൾക്കുകയില്ല എങ്കിൽ കേൾക്കാത്ത നബിയെ വിളിച്ചുകൊണ്ട് എന്നെ സഹായിക്കണേ, എന്നെ നോക്കണേ, എന്നെ ഗൗനിക്കണേ എന്ന് പറയാൻ അള്ളാഹു കൽപ്പിച്ചു എന്ന് വരില്ലേ മൗലവി എന്ന് ചോദിച്ചിട്ട് മിണ്ടിയിട്ടില്ല. അങ്ങനെ അർത്ഥമില്ല എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാ മുഅ്മിനീങ്ങളും പെടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞതൊക്കെയും ആധികാരികമായി മൗലവി അംഗീകരിച്ചിരിക്കുകയാണ്. പരസ്യമായി അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും വാചകങ്ങൾക്കിടയിലൂടെ പലപ്പോഴായി അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. സകല ഇമാമീങ്ങളും ഇസ്തിഗാസ ചെയ്തതാണ്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം, സ്വഹാബത്തിലെ കണ്ട സ്വഹാബികളിൽ നിന്ന് പലരിൽ നിന്നും ഇൽമു പഠിച്ച നേതാവ്, ഹദീസ് പഠിച്ച മഹാനായ അബൂ ഹനീഫ ഇമാം, യാ സയ്യിദസ് സാദാതി ജിഅ്തുക ഖാസിദാ അർജൂ റിളാക വഹ്തമീ ബിഹിമാക, നേതാക്കളായ നബിയെ, തങ്ങളുടെ പൊരുത്തം ഞാൻ ആഗ്രഹിക്കുന്ന നബിയെ, തങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് ഞാനിതാ വന്നിരിക്കുന്ന നബിയെ, തങ്ങളെ കാവല് കൊണ്ട് എന്നെ കാക്കണേ നബിയെ. പറയുന്നത് ഞാനോ നിങ്ങളോ അല്ല, അബൂ ഹനീഫ ഇമാമാണ്, മദ്ഹബിന്റെ ഇമാമാണ്, സ്വഹാബത്തിൽ നിന്ന് നേരിട്ട് ഹദീസ് പഠിച്ച മഹാനാണ്. അവർക്ക് തിരിയാത്തതാണോ ഈ കാലത്ത് ജീവിക്കുന്ന 4 അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ അറിയാത്ത മൗലവിക്ക് തിരിയുന്നത് ശിർക്കും കുഫറും തിരിയുന്നത് എന്ന് മനസ്സിലാക്കണം. കെ എം മൗലവിയെ കുറിച്ച് നല്ല മദ്ഹ് പറഞ്ഞുപോൾ കെ എം മൗലവി ഇന്നവരുടെ വാദം അനുസരിച്ചുകൊണ്ട് മുശ്രിക്കാണ്. കാരണം അന്ന് കെ എം മൗലവി പറഞ്ഞ പിന്നെ തൗഹീദല്ല ഇന്ന് ഇവർ പറയുന്നത്. കെ എം മൗലവിക്ക് തിരിയാത്ത തൗഹീദാണ് ഇന്നിവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കെ എം മൗലവിയെ തള്ളി എത്ര വരെ? ഇന്നലെ വരെ കൂടെ കടന്ന സക്കരിയ സലാഹിയെ വരെ ശിർക്കിന്റെ പട്ടികയിലേക്ക് തള്ളി വിട്ടുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിലുള്ള പലരും ഇന്ന് തൗഹീദിന് വേണ്ടി നിൽക്കുന്ന, ഇത് ശിർക്കാണെന്ന് പറയാതെ തൗഹീദാണെന്ന് പറയുന്ന, നാളെ നിങ്ങളിൽ പലരും ഞങ്ങളല്ല നിങ്ങളുടെ കൂട്ടക്കാർ തന്നെ മുശ്രിക്കാക്കാനിരിക്കുകയാണ്. സിഹ്ർ വലിക്കൽ ശിർക്കാണ് എന്ന് പറഞ്ഞു, അങ്ങനെ വിശ്വസിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ പറയുന്നു പടച്ചോനെ അസ്തഗ്ഫിറുല്ലാഹ്, എനിക്ക് പുറത്തു തരണേ. പറയുന്നത് സക്കരിയ സലാഹിയാണ്. സിഹ്ർ വലിക്കുമ്പോൾ ജിന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ഇന്നത്തെ വാദം ജർമ്മനിയിൽ നിന്ന് അരമണിക്കൂർ കൊണ്ട് മരുന്ന് കൊണ്ടുവരാൻ ജിന്നിന് കഴിയുമ്പോൾ, അഭൗതികമായ കഴിവ് ജിന്നിനുണ്ട് പോൽ. വിജനമായ സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ യാ
ഇബാദല്ലാഹി അഊനിനി എന്ന് വിളിക്കൽ ശിർക്കല്ലേ എന്ന് നിങ്ങളുടെ തല തൊട്ടപ്പൻ സക്കരിയ സലാഹി മുശ്രിക്കാണെന്ന് പറയുമോ, പുറത്താണെന്ന് പറയുമോ? റസൂലുള്ളാഹിയെ വിളിച്ചാൽ കേൾക്കൂലല്ലേ? അള്ളാന്റെ അടിമകളായ മറ്റടിമകളെ വിളിച്ചാൽ കേൾക്കുമല്ലേ? എവിടെ നിന്നാണോ പഠിച്ചത്? ഏത് ഖിയാസാ നിങ്ങള്? അള്ളാന്റെ റസൂല് കേൾക്കില്ല. ഏതെങ്കിലും അടിമകൾ കേൾക്കും, ജിന്ന് കേൾക്കും, മലക്ക് കേൾക്കും, റസൂലുള്ള കേൾക്കുകയില്ല. പോൽ ഇവിടെ കുഴിച്ചു മൂടാൻ വിധിക്കപ്പെട്ട വഹാബി പ്രസ്ഥാനത്തിന്റെ വൈരുദ്ധ്യമായ ആശയങ്ങളാ എന്ന് മനസ്സിലാക്കണം. ജിന്ന് കേൾക്കും, മലക്ക് കേൾക്കും, റസൂലുള്ള കേൾക്കൂല. അതുപോലെ തന്നെ എത്ര വിഘടനവാദനങ്ങൾ, മന്ത്രിക്കാൻ പാടില്ല, മന്ത്രിച്ചൂതാൻ പാടില്ല എന്തൊക്കെ പറഞ്ഞിരുന്ന മൗലവിമാർ ഇന്ന് മന്ത്രത്തിന്റെ ഫലമുണ്ട്, ഖുർആനോദി മന്ത്രിക്കണം, അത് മന്ത്രിച്ചു എന്ന് ഊതണം എന്ന് വരെ സക്കരിയ സലാഹി പ്രസംഗിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നിവിടെ റസൂലുള്ളാഹിക്ക് സലാം എത്തുമെന്ന് വരെ മൗലവിമാർ അംഗീകരിച്ചുവെങ്കിൽ നാളെ ഇൻഷാ അല്ലാഹ് റസൂലുള്ള കേൾക്കുമെന്ന് നിങ്ങൾ പറയേണ്ടി വരുന്നതാണ്. ഇൻഷാ അല്ലാഹ് അതിന് അധികം താമസം വേണ്ടി വരില്ല. കാരണം നിങ്ങൾ തന്നെ സലാം പറയുന്നുണ്ടല്ലോ, നബി തങ്ങൾക്ക് നിസ്കാരത്തിൽ സലാം പറയുന്നുണ്ടല്ലോ, കേൾക്കുമെന്ന് ഇമാം ഗസാലി പറഞ്ഞല്ലോ. തള്ളാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ മൗലവി? ഗസാലി ഇമാം പറഞ്ഞത് ശരിയല്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഗസാലി ഇമാമിനേക്കാൾ വിവരമുള്ളവരാണ് നിങ്ങളെന്ന് വിശ്വസിക്കാൻ മുസ്ലിം സമൂഹത്തിന്റെ ബുദ്ധി ആരുടെ മുന്നിലും പണയം വെച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം. ഹാഫിദുൽ ദഹബി നിങ്ങളുടെ നേതാവല്ലേ? നിങ്ങളുടെ നേതാവല്ലേ? ഹാഫിദുൽ ദഹബിയാ പറഞ്ഞത് സിയർ അലാമിൻ നുബലയിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖബറിടത്തിലേക്ക് ചെന്നു, അൽ ദുആ യാ റസൂലല്ലാഹ്, വിശക്കുന്ന നബിയെ ഭക്ഷണം തരണം നബിയെ, അന ലൈഫുക, ഞാൻ തങ്ങളുടെ അതിഥിയാണ് നബിയെ എന്ന് പറഞ്ഞൊക്കെ പറഞ്ഞ സംഭവം ഹാഫിദുൽ ദഹബി ഉദ്ധരിച്ചിട്ടുണ്ട്. ഹാഫിദുൽ ദഹബി ശിർക്ക് പ്രചരിക്കാൻ വേണ്ടി വന്ന ആളാണോ? നിങ്ങളെ നേതാവാണോ? നിങ്ങൾക്കത് വിഷയമല്ല. നിങ്ങൾ എല്ലാവരെയും ശിർക്കിലേക്ക് തള്ളിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഹാഫിദുൽ ദഹബി മുശ്രിക്കാക്കാം, കെ എം മൗലവി മുശ്രിക്കാക്കാം, സകലരെയും നിങ്ങൾക്ക് മുശ്രിക്കാക്കാം. ഇമാം ഗസാലി ശിർക്ക് തിരിഞ്ഞില്ല എന്ന് പറയാം. അങ്ങനെ സകല സംഭവങ്ങളും നിങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് യഹ്തമിലു എന്ന് പറഞ്ഞ, അഥവാ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ, അപ്പുറവും ഇപ്പുറവും കട്ടിട്ട് പറഞ്ഞ, വായിക്കാൻ ധൈര്യമില്ലാതെ പറഞ്ഞ ഏതോ ഒരു കിതാബിന്റെ ഒരു ഉദ്ധരണിയും ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവിടെ വാചക കസർത്ത് നടത്താൻ ഒരുങ്ങിയത്. ഇമാം ഗസാലിയെ കുറിച്ച് പറയാൻ ധൈര്യം കാണിച്ചിട്ടില്ല, ഉള്ളൂറിനെ കുറിച്ച് പറയാൻ ധൈര്യം കാണിച്ചിട്ടില്ല. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, സലാമെത്തുമെന്ന് പറഞ്ഞ ഇമാം ഗസാലിയെ ഇവർക്ക് ഖണ്ഡിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇബ്നു ഹജർ അൽ അസ്ഖലാനി ശിർക്കാണെന്ന് പറഞ്ഞു പോൽ യാ നബിയല്ലാഹി യാ ഖൈറൽ ബറായ വിളിച്ചത് ഇബ്നു ഹജർ അൽ അസ്ഖലാനിയാണ്. തെറ്റാണെന്ന് പറഞ്ഞു ഇബ്നു അസ്ഖലാനി. രണ്ടും വൈരുദ്ധ്യം പറയുന്ന ആളാണോ ഇബ്നു ഹജർ അൽ അസ്ഖലാനി? നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എന്നാണ്. ആ വിഷയം ചർച്ച ചെയ്യുന്നതിന്റെ ഇടയിൽ എടുത്തു വെച്ച ഒരു ഉദ്ധരണി തെറ്റായി സമൂഹത്തിന്റെ മുന്നിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം മെനഞ്ഞുണ്ടാക്കിയതാണ് മൗലവി എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ കേൾക്കും, അല്ലാഹുവിന്റെ റസൂലിനെ ഞാനും നിങ്ങളും അത്തഹിയാത്തിൽ വിളിക്കുന്നുണ്ട്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു ഫല്യുസദ്ദിഖ് അമലഹു അന്നഹു യബ്ലൂഹു വയറുദ്ദു അലൈഹി സലാം. നിന്റെ വിശ്വാസം നീ ഉറപ്പിച്ചുകൊള്ളണം, സലാം എത്തുമെന്നും പരിപൂർണമായ രൂപത്തിൽ മടക്കുമെന്നും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. فقد قال الله سبحانه وتعالى في القرآن المجيد: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇത്രയും നേരമായി മുജാഹിദ് പക്ഷവും സമസ്തയിലെ കാരന്തൂർ വിഭാഗവും തമ്മിൽ നടന്ന ഈ വളരെ പ്രാധാന്യമുള്ള ചർച്ചയിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൻ്റെ കാതലായ വശം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ നിന്ന് എപ്പോൾ എങ്ങനെ വിളിച്ചാലും കേൾക്കുമെന്നവരുടെ വാദവും, ഇല്ല അങ്ങനെ കേൾക്കാൻ കഴിയില്ല എന്ന മുജാഹിദുകളുടെ വാദവും, അതിന് മുജാഹിദ് പക്ഷത്തിൻ്റെ വിഷയാവതരണം വളരെ കൃത്യമായി ആയത്തുകളിലൂടെ സ്വഹാബത്തിൻ്റെ ചരിത്രത്തിലൂടെ കൃത്യമായ 15 മിനിറ്റ് നേരം ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഒരു വിഷയാവതരണം നടത്തി. എന്നാൽ രണ്ടാമത് വിഷയാവതരണം ലഭിച്ച വിഭാഗത്തിനാവട്ടെ ഈ വിഷയാവതരണത്തിൽ വന്ന ഭാഗങ്ങളെ ടച്ച് ചെയ്യാനോ ഒന്ന് ഗണ്ണിക്കാനോ കഴിയാതെ മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച്
കേരളത്തിലുടനീളം സ്റ്റേജുകളിലൂടെ പേജുകളിലൂടെ പറയപ്പെടുന്ന എഴുതപ്പെടുന്ന കുറേ ആരോപണങ്ങൾ അവിടെയും വായിക്കാൻ ശ്രമിച്ച് 15 മിനിറ്റ് തികയാതെ വന്ന് ഇടക്ക് വെച്ച് നിർത്തേണ്ടി വന്ന ഗതികേടും നിങ്ങൾ കണ്ടതാണ്. പിന്നീട് ചോദ്യോത്തര സെഷനിൽ അവരുടെ ചോദ്യം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമസ്കാരത്തിലോ പുറത്തോ ഏ നബിയേ എന്ന് മലയാളത്തിൽ, അറബിയിൽ അയ്യുഹൻ നബിയു അല്ലെങ്കിൽ യാ നബി അല്ലാഹ് എന്ന വിളിച്ചാൽ റസൂലുള്ള കേൾക്കുമോ, കേൾക്കില്ലെങ്കിൽ ആയത്തൂതണം. പരിശുദ്ധ ഖുർആനിൽ ആ വിഷയവുമായി വന്ന ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്തു. ആയത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്തു. ആദ്യമൊക്കെ എതിർക്കാൻ ശ്രമിച്ചുവെങ്കിലും പിന്നീട് ആ വിഷയത്തിലേക്ക് കടന്നു വരികയും എന്നാൽ കേൾപ്പിക്കാൻ കഴിയില്ല എന്നർത്ഥം എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയുമാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ ആയത്തോതിക്കൊണ്ട് മരിച്ചവർ കേൾക്കില്ല എന്ന് ബോധ്യപ്പെടുത്തിയത് സംവാദത്തിൽ നമ്മൾ പറഞ്ഞിട്ടും അവർക്ക് അതിനെ തൊടാനോ ഗണ്ണിക്കാനോ സാധിച്ചില്ല എന്നതും ഇക്കൂട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതിനോടനുബന്ധമായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ കേൾക്കാൻ ഒരു കഴിവ് അള്ളാഹു വിട്ടുകൊടുത്തിട്ടില്ല എന്ന് നമ്മൾ ശക്തമായി വാദിക്കുകയും ആ ആയത്തിൽ ഇവരുടെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഏ നബിയേ എന്ന നിസ്കാരത്തിലോ പുറത്തോ വിളിച്ചാൽ വിളി കേൾക്കുകയില്ല എന്നതിന് ഇവരുടെ ഖോജയായ ഇവരുടെ നേതാവായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലയുടെ കിതാബിന്റെ വാചകം ഞാൻ ഉദ്ധരിച്ചപ്പോൾ ആദ്യമൊക്കെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. 20 മിനിറ്റ് നേരമല്ല 30 മിനിറ്റ് നേരം വേണമെങ്കിലും എടുത്തോളൂ എന്ന് പറഞ്ഞ് കിതാബ് കയ്യിലേക്ക് കൊടുത്തപ്പോൾ നിങ്ങൾ സംവാദത്തിൽ കണ്ടതുപോലെ നേരത്തെയുള്ള ചാടിക്കളിക്കലില്ലാതെ നനഞ്ഞ കോഴിയെപ്പോലെ നനഞ്ഞ പടക്കത്തെ പോലെ ആയിത്തീർന്ന കഥ നിങ്ങൾ കണ്ടതാണ്. എന്നിട്ടും അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എന്തൊക്കെയോ ഉണ്ട് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചില വാചകങ്ങൾ പറഞ്ഞു എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും അതിനെ സാധൂകരിക്കുന്ന ഒരു വാചകങ്ങളും വന്നിട്ടില്ല എന്ന് ആ കിതാബ് കാണുന്നവർക്ക് അറിയാം. ആ കിതാബിന്റെ ടെക്സ്റ്റ് കാണുന്നവർക്കറിയാം. ആ കിതാബിനെ കുറിച്ച് മനസ്സിലായവർക്കറിയാം. പക്ഷേ സംവാദത്തിൽ വന്നിരുന്ന മുസ്ലിയാക്കന്മാർ ഈ കിതാബ് കണ്ടിട്ടില്ല എന്ന് അവരുടെ പ്രവർത്തനവും അവരുടെ വാചകവും കേട്ടപ്പോഴും കണ്ടപ്പോഴും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവാം. എന്നാൽ സംവാദത്തിന്റെ അവസാനത്തിൽ 10 മിനിറ്റ് വീതമുള്ള അവലോകനത്തിൽ പോലും അതാരുടെയോ കിതാബ് എന്ന് പറഞ്ഞുകൊണ്ട് തടി തപ്പാനാണ് അവർ ശ്രമിച്ചത്. അല്ല, ഇബ്നു ഹജർ അസ്ഖലാനിയുടെ കിതാബാണെന്ന് നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ട് പോലും അതാണെന്ന് സമ്മതിക്കാനോ തങ്ങളുടെ കയ്യിൽ കിട്ടിയ കിതാബൊന്ന് മറിച്ചു നോക്കി അത് എഴുതിയത് ആരെന്ന് പരിശോധിക്കാൻ പോലും അവർക്ക് സാധിച്ചില്ല. വെപ്രാളവും പരവേശവും കൊണ്ട് അവർക്കതിന് സാധിച്ചില്ല എന്നതിൻ്റെ ഏറ്റവും ശരിയായ ഉദാഹരണമാണ് അവസാനം 10 മിനിറ്റ് കിട്ടിയപ്പോൾ പോലും ആ കിതാബ് ആരുടേതാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം അവർക്കുണ്ടായില്ല എന്നത്. എന്നാൽ ഇമാം ഗസാലി തന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ അതാ പ്രവാചകന് സലാം എത്തിച്ചു കൊടുക്കുമെന്ന് വന്നിട്ടില്ലേ, അപ്പോൾ കേൾക്കില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ സ്വന്തം വാദത്തെ തകർത്തു എന്ന് ഞാൻ പറഞ്ഞപ്പോ അവര് പറഞ്ഞത് എത്തിച്ചു കൊടുത്താൽ കേൾക്കൂലേ എന്നാണ്. അപ്പോ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്ന വാദവും അവർ തന്നെ തകർത്തു എന്നതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ വിളിച്ചാലും കേൾക്കില്ല എന്ന് സലാമിന്റെ ഹദീസ് ഉദ്ധരിച്ചതോടുകൂടി അവർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തിനാണ് വിളിക്കുന്നത്? യാ നബി അല്ലാഹ് വിളിച്ചാൽ ഇവിടുന്ന് വിളിച്ചാൽ റസൂലുള്ള കേട്ടു, കേട്ടു കഴിഞ്ഞോ? ആണോ? അങ്ങനെയാണോ? അല്ല, വിളിച്ചതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. അതെന്താണ്? എന്റെ വിളി റസൂലുള്ള കേൾക്കുകയും ആ വിളിക്ക് എന്നെ സഹായിക്കാൻ റസൂലുള്ളാഹ്ക്ക് ആവുകയും ചെയ്യുമെന്ന തനിച്ച ശിർക്കൻ വിശ്വാസത്തിലാണ് വിളിക്കുന്നത്. ആ വിളിക്ക് തെളിവുദ്ധരിക്കാനാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഉള്ളുറുന എന്ന ആയത്ത് ഓതിയിട്ട് അത് റസൂലുള്ള എന്നെ പരിഗണിക്കണേ എന്നാണ്
അത് ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടുമൊക്കെ ദുആ ചെയ്യാനുള്ള തെളിവാണെന്നും അതിന്റെ ഒന്നാമത്തെ ഭാഗമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എവിടെ വെച്ച് എങ്ങനെ എപ്പോൾ വിളിച്ചാലും കേൾക്കുമെന്നതിന് തെളിവായിട്ടാണ് ഉൻളുർനാ എന്ന ആയത്ത് അവർ ഓതാൻ ശ്രമിച്ചത്. നമ്മൾ അതിന്റെ പൊട്ടത്തരം ബോധ്യപ്പെടുത്തി കൊടുത്തു. റാഇനാ, ഞങ്ങളെ പരിഗണിക്കണേ എന്നും അതോടൊപ്പം തന്നെ റസൂലുള്ളാഹിനെ മോശമായ നിലക്ക് ചിത്രീകരിക്കുന്ന പദം, ആ പദം നിങ്ങൾ പറയരുത് എന്നും ഉൻളുർനാ എന്ന പദമാണ് പ്രയോഗിക്കേണ്ടത് എന്നും അതാവട്ടെ ദ്വയാർത്ഥമില്ലാത്തതാണ് എന്നും സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് പോലും അള്ളാന്റെ റസൂലിനെ വിളിക്കാമെന്നതിന് തെളിവാണ് എന്ന് മുസ്ലിയാക്കന്മാരവിടെ പറഞ്ഞപ്പോൾ നമ്മൾ ചോദിച്ചതാണ്, യഹൂദികളുടെ വാക്ക് നിങ്ങൾ പറയരുത് എന്ന് പറഞ്ഞാൽ റസൂലുള്ള കേൾട്ടു എന്നാണോ? എങ്കിൽ അതിന്റെ തെളിവൊന്ന് പറയൂ എന്ന് പറഞ്ഞിട്ട് തെളിവ് പറയാൻ അവർക്ക് സാധിച്ചില്ല. അവസാനത്തെ 10 മിനിറ്റ് കിട്ടിയപ്പോൾ അവർക്ക് പറയാനുള്ള കാര്യം പറയേണ്ടതിന് പകരം അവർ ചെയ്തത് തെരുവോരങ്ങളെ മലീമസമാക്കുന്ന, മുജാഹിദുകളെ ചീത്ത വിളിക്കാൻ ഉപയോഗിക്കുന്ന വാചകങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. എന്തൊക്കെയാണ്? ജിന്നും സിഹറും ശൈത്താനും ഒക്കെ കടത്തിക്കൊണ്ടുവന്ന് ഈ വാചകത്തെ പോലും അട്ടിമറിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. നിങ്ങൾ നോക്കൂ, മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരിൽ ചില ആളുകൾ അവർ പറഞ്ഞ വാചകങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് ഈ വാചകം ഉദ്ധരിച്ചുകൊണ്ട് തങ്ങളുടെ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം അവര് നടത്തി. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കളെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. സിഹർ ബാധിക്കുകയില്ല എന്ന് ഒരാൾ ആദ്യം വിശ്വസിക്കുകയും പിന്നീട് സിഹർ ബാധിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ ഈ വാചകം കൊണ്ട് അള്ളാന്റെ റസൂലിനെ എവിടെ വന്ന് എപ്പോഴെങ്ങനെ വിളിച്ചാലും കേൾക്കുമെന്ന് അർത്ഥമുണ്ടോ? അത് വേറൊരു വിഷയമല്ലേ? ആ വിഷയത്തിന് വേറെ തന്നെ ചർച്ച വരേണ്ടതല്ലേ? മാത്രമല്ല, ഏതെങ്കിലും ഒരു പിശാചിന് അങ്ങ് ദൂരെയുള്ള സ്ഥാപനം എടുത്തുകൊണ്ട് വരാൻ കഴിയുമോ ഇല്ലേ എന്ന ചർച്ച അള്ളാന്റെ റസൂൽ എവിടെ വെച്ചും എങ്ങനെ എപ്പോൾ വിളിച്ചാലും കേൾക്കുമെന്നതിന് തെളിവാണോ? അല്ലേ അല്ല. പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചൊരു വിഷയമുണ്ട്. ഒരു മനുഷ്യൻ ആകാശത്തിലൂടെ നടക്കുന്നത് കണ്ടാൽ, വെള്ളത്തിന്റെ പുറത്തുകൂടി നടക്കുന്നത് കണ്ടാൽ അവനൊരു വലിയാണെന്ന് നിങ്ങൾ ചിത്രീകരിക്കണ്ട, അവൻ വലിയ കറാമത്തിന്റെ ഉടമയാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. വല്ല പിശാചുകളും അവനെ താങ്ങിക്കൊണ്ടു പോകുന്നതായിരിക്കാമെന്ന് ഗ്രന്ഥങ്ങളിൽ വരെ എഴുതി വെക്കുമ്പോ സംവാദത്തിൽ യാതൊരു വിഷയവുമല്ലാത്തൊരു കാര്യത്തെ എടുത്തുകൊണ്ടുവന്ന് ശ്രോതാക്കളുടെ ശ്രദ്ധ തിരിച്ചിട്ട് തങ്ങളുടെ വിഷയത്തിന്റെ പരാജയം മറച്ചുവെക്കാനുള്ള ശ്രമമാണ് മുസ്ലിയാക്കന്മാര് നടത്തിയത്. അതേ സമയത്ത് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഞാനും നിങ്ങളും അറിയേണ്ടതുണ്ട്, മുജാഹിദുകൾക്ക് അവരുടെ വിശ്വാസത്തിൽ മാറ്റം വന്നിട്ടില്ല, അവരുടെ തൗഹീദിൽ മാറ്റം വന്നിട്ടില്ല. അന്ന് പറഞ്ഞ അതേ വിശ്വാസത്തിൽ തന്നെയാണ് മുജാഹിദുകൾ ഇപ്പോഴും നിലകൊള്ളുന്നത്. ഇല്ല, അതിനാരൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചാലും, അത് പുറത്തു നിന്നാണെങ്കിലും അകത്തു നിന്നാണെങ്കിലും, 4 ഭാഗത്തു നിന്ന് ആളുകൾ ആരോപണം ഉന്നയിച്ചാലും മാറുന്ന തൗഹീദല്ല മുജാഹിദുകളുടേതെന്ന് ഞാൻ സംവാദത്തിൽ വരെയും ശക്തമായി പറഞ്ഞു. നിങ്ങൾക്കിടയിലുള്ള വർത്തമാനങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിയാക്കന്മാർ കാര്യം മനസ്സിലാക്കി പിന്നോട്ട് മാറുന്നതും പിന്നീട് ആവർത്തിക്കാതിരുന്നതും കണ്ടു. എന്നാൽ സംവാദത്തിന്റെ അവസാന ഭാഗം ഇനിയൊരു മറുപടി കിട്ടില്ലല്ലോ എന്ന ആശ്വാസമാവാം മുജാഹിദുകൾ ജിന്നിനോട് തേടാമെന്നും അവർ ജിന്നിനോട് തേടിയാൽ കുറ്റമില്ല എന്നും അള്ളാന്റെ റസൂലുള്ള കേൾക്കുമെന്ന് കരുതിയാലേ കുറ്റമുള്ളൂ, ജിന്നും മലക്കും കേൾക്കുമെന്ന് കരുതിയാൽ കുറ്റമില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ശ്രോതാക്കളെ, അള്ളാഹുവിന്റെ റസൂലിനെ എവിടെ നിന്ന് എപ്പോൾ എങ്ങനെ വിളിച്ചാലും കേൾക്കുമെന്നതും ഒരു ജിന്ന് ശബ്ദം കേൾക്കുമെന്നതോ മലക്ക് ശബ്ദം കേൾക്കുമെന്നതോ ഈ വിഷയവുമായി ബന്ധമുള്ളതാണോ? അല്ലേ അല്ല. കാരണം അള്ളാഹുവിന്റെ റസൂല് ബർസഖിലാണ്, ജിന്നും മലക്കുമൊക്കെ ഇവിടെ ഭൗതിക ലോകത്താണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ശബ്ദം ഒരു ജിന്ന് കേട്ടാൽ, ഒരു മനുഷ്യന്റെ ശബ്ദം മലക്ക് കേട്ടാൽ അവർക്ക് കേൾക്കാനും പ്രതികരിക്കാനും സാധിക്കും. അവർക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരാം, അതേ സമയത്ത് കേൾക്കാനും പ്രതികരിക്കാനും സാധിക്കില്ല. മരിച്ചുപോയ ആളുകൾക്ക് 2 വിഷയത്തെയും കൂടി കൂട്ടിക്കലർത്തി മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിച്ച് ശ്രോതാക്കളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം
മുസ്ലിയാക്കന്മാര് നടത്തിയെന്ന് മാത്രം. എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഉണർത്താനുള്ളത്, അള്ളാഹുവിന്റെ റസൂൽ എവിടെ നിന്ന് എപ്പോൾ എങ്ങനെ വിളിച്ചാലും കേൾക്കുമെന്ന ഇവരുടെ വാദം അത് തെളിയിക്കാൻ ഈ സംവാദത്തിലുടനീളം ലഭിച്ചിട്ടും അവർക്ക് സാധിച്ചിട്ടില്ലേ ഇല്ല. അതേ സമയത്ത് നാം വളരെ കൃത്യമായി സ്ഥാപിച്ചു കൊടുത്തു, ഇന്നക ലാ തുസ്മിഉൽ മൗത വലാ തുസ്മിഉസ് സുമ്മ ദുആ ഇദാ വല്ലൗ മുദ്ബിരീൻ എന്ന ആയത്ത് ഓതിക്കൊണ്ട് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുത്തു. ഹദീസുകൾ ഇവർ വായിച്ച ഹദീസിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അവർ പറഞ്ഞ തെളിവ് ബോധ്യപ്പെടുത്തി കൊടുത്തു. കേൾപ്പിക്കുകയില്ല എന്നല്ലേ, കേൾക്കൂല എന്നർത്ഥമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ആയിഷ ബീവിയുടെ തെളിവ് പറഞ്ഞു കൊടുത്തു. ഇന്നക ലാ തുസ്മിഉൽ മൗത എന്ന ആയത്ത് ഓതിയിട്ടാണ് ആയിഷ ബീവി മരിച്ചവർ കേൾക്കൂല എന്ന് പറയാൻ തെളിവാക്കിയത്. ആ വിഷയം പറഞ്ഞപ്പോൾ തൊടാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വിഷയത്തെ നിങ്ങൾ അറിയണം. ഈ വിഷയത്തിൽ കേരളത്തിലെ സമസ്തക്കാർ, കേരളത്തിലെ കാരന്തൂരികൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് യാതൊരു തെളിവുമില്ല എന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തിയ സംവാദമായിരുന്നു തിരുവനന്തപുരത്ത് നടന്നത്. ഈ വിഷയത്തെക്കുറിച്ച് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ളത്, ജനങ്ങൾക്കിടയിൽ ഇത് പ്രചരിപ്പിക്കണം. ഇവരുടെ വാദം തകർന്നടിഞ്ഞത് ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ പ്രചരിപ്പിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകന് അങ്ങനെ ഒരു വിശേഷണമില്ല എന്ന പ്രമാണബദ്ധമായ തെളിവുകൾ മനസ്സിലാക്കിയിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്നും ഈ ദഅവത്ത് രംഗത്ത് ശക്തമായി നിൽക്കണമെന്നും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്തിനായി അടിയുറച്ചു നിന്ന് ശക്തമായി പ്രവർത്തിക്കാനുള്ള ധീരതയും സന്മനസ്സും അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, സമാധാനപരമായി പ്രൗഢഗംഭീരമായ ഈ സംവാദം സമാപിച്ചിരിക്കുകയാണ്. സത്യം വളരെ വ്യക്തമാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ചിന്തകളിലേക്ക് ഞങ്ങൾ വിടുകയാണ്. തുടക്കം മുതൽ ഏകദേശം 10:30 കഴിഞ്ഞത് മുതൽ നമ്മുടെ 2 മണിയോളം അടുക്കുന്നതായ സമയം വരെ വളരെ മാന്യതയോടുകൂടി തന്നെ പറയാം നമുക്ക് വേണമെങ്കിൽ. ഇത് ഇത്രയും നല്ല രൂപത്തിൽ അവസാനിച്ചതിൽ നമുക്ക് അൽഹംദുലില്ലാഹ് പറയാം. ആശയങ്ങൾ പരസ്പരം കൂട്ടി ഉരസിയപ്പോൾ എവിടെയാണ് സത്യമുള്ളത് എന്ന് അല്ലാഹു തആല ഹിദായത്ത് കൊടുത്തവർക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഹിദായത്ത് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.